എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ കുക്കിങ്ങിൻ്റെ ഒന്നല്ല, ഇന്ന് ചെറിയൊരു കിച്ചൺ ടൂറിൻ്റെ വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് എന്താണെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലേ? ഇത് നമ്മൾ ജനലിനുള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു ചെറിയ വ്യൂ ആണ്, ബീച്ചും മറ്റുള്ള കാഴ്ചകളൊക്കെ. അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തതേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ വീഡിയോ പിടിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഇങ്ങനെ ഞാൻ കാണിക്കുന്നത്. ട്രൈപോഡൊക്കെ വെച്ചിട്ട് ഒരു ലൈറ്റും ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ പിടുത്തമൊക്കെയാണ്. വളരെ ചുരുങ്ങിയ സ്പേസിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വീഡിയോ പിടുത്തമൊക്കെ കേട്ടോ. അപ്പോൾ ഒരുപാട് സ്പേസൊന്നുമില്ല. വീഡിയോ പിടിക്കുന്ന ഒരു ഭാഗം എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്. അതുപോലെ തന്നെ കിച്ചണിൻ്റെ ഭാഗം കൂടിയാണ് കാണിക്കുന്നത് കേട്ടോ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇതിനകത്ത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. അപ്പം ജസ്റ്റ് ഒന്ന് കിച്ചണും കിച്ചൻ്റെ ചുറ്റുപാടുമൊക്കെ കാണിക്കുന്നതാണേ. വളരെ ചെറിയൊരു കിച്ചൺ, ഫ്ലാറ്റിനുള്ളിലെ കിച്ചണൊക്കെ അല്ല. ഒരുപാട് നമ്മുടെ വീടുകളിലെ പോലെ വലിയ സൗകര്യമൊന്നുമില്ല. എന്നാലും നമുക്ക് അത്യാവശ്യം ഒരു 3 ബെഡ്റൂമിൻ്റെ കിച്ചണാണ്. അപ്പം ഒരുപാട് വലുപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് വീഡിയോ ഒക്കെ പിടിക്കാൻ വളരെ ബുദ്ധിമുട്ടിയാണ് പിടിക്കുന്നത്. അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിൽക്കണം. സ്പേസൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു ചുരുങ്ങിയ സ്പേസിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് വീഡിയോ പിടിക്കാനൊക്കെ. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നതൊക്കെ കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കിച്ചൺ കബോർഡുകളാണ്. ഇങ്ങനത്തൊക്കെ നിറച്ച് പാത്രങ്ങളും ഓരോരോ സാധനങ്ങളും ഫില്ലായിട്ടിരിക്കുകയാണ്. മുകളിലും താഴെയൊക്കെ ഉണ്ട്. എത്ര നമുക്ക് കബോർഡുകളുണ്ടെങ്കിലും തികയത്തില്ല, അറിയാമല്ലോ. കിച്ചണിൽ അതുപോലെ സാധനങ്ങളുണ്ടായിരിക്കും. പാത്രങ്ങളാണല്ലോ നമ്മുടെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത്. എവിടെ പാത്രം കണ്ടാലും വാങ്ങുക എന്നുള്ളത്, വെക്കാൻ സ്ഥലമില്ല, അതാണ്. അപ്പോൾ ഉള്ളതിനകത്തൊക്കെ എല്ലാം നിറച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇത് വാഷ് ബേസിനാണ്. വാഷ് ബേസിനിലേക്ക് നമ്മൾ വാട്ടർ ഫിൽറ്ററിൻ്റെ പൈപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് മിക്സി വെച്ചിരിക്കുന്ന ഒരു സ്പേസാണ്. ഇതെല്ലാം പ്ലേറ്റുകളൊക്കെ വെക്കുന്ന ഓരോ കബോർഡുകളാണ്. ഇത് വെജിറ്റബിൾസ്, നമ്മൾ സവോള, ഉള്ളി, വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നത്. അപ്പം ഞാൻ വാട്ടർ പ്യൂരിഫൈ ചെയ്തിട്ട് വെള്ളം ബക്കറ്റിലേക്കാണ് പിടിച്ചു വെക്കുന്നത്. കാരണം പെട്ടെന്ന് എടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ പിടിച്ചു വെക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ കുറേശ്ശെ വീഴുമ്പോൾ ഒത്തിരി സമയമാവുകയല്ലേ. അതുകൊണ്ട് ഞാൻ കളക്ട് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ ഒരു മുട്ടക്കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിരുന്നത്. ഇത് വേറെ ഒരു കിച്ചണിൽ തന്നെ ഒരു ചെറിയ ടേബിളാണ്. അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ, കബോർഡിനുള്ളിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാൻ വേണ്ടിയൊക്കെ, പാത്രങ്ങളൊക്കെ കുറച്ച് കലവും ചട്ടിയൊക്കെ ഇങ്ങനെ വെക്കാൻ വേണ്ടി ഒരു സ്പേസിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. പിന്നെ ഇത് ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജിൻ്റെ കുറച്ചൊക്കെ ഇടിച്ചും ജലക്കിയൊക്കെ വെച്ചിരിക്കുകയാണ്. ദേഷ്യം വന്നപ്പോൾ കാണിച്ചു വെച്ച പരിപാടിയൊക്കെ കേട്ടോ. പിന്നെ ഇത് വേറെ ഒരു സൈഡിലൊരു കബോർഡ് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ ഒരു കർട്ടനാണ്. കിച്ചണിൻ്റെ പുറത്തേക്കുള്ള കർട്ടനാണ്. അപ്പോൾ അത് നമുക്ക് ത്രെഡിലാണ് വലിച്ച് നമുക്ക് താഴ്ത്തുകയും പൊക്കുകയും ചെയ്യാവുന്ന ഈ ഒരു മോഡൽ റോമൻ കർട്ടനാണ്. ഇത് മോസ്കിറ്റോ നെറ്റാണ് കേട്ടോ. ഇത് പുറത്തേക്കുള്ളൊരു ഭാഗമാണ്. ഭയങ്കര പൊടിയാണ്. ഇത് റോഡ് സൈഡൊക്കെ ആയിട്ട് ഒരുപാട് പൊടി കയറും. നമ്മൾ വൃത്തിയാക്കി മടുക്കും. ഇത് കിച്ചണിൽ നിന്ന് നമുക്ക് 2 ഡോറുണ്ട്. കിച്ചണിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള 3 ബെഡ്റൂമുകാർക്കൊക്കെ 2 ഡോറാണ് നമുക്കുള്ളത്. ഇത് പുറത്തേക്ക് പോകാനുള്ളത് 3 ഫ്ലാറ്റുണ്ട് ഈ ഒരു പിന്നെ ടോപ്പ് ഫ്ലോറിൽ. G15 അതുപോലെ തന്നെ C15 നമ്മുടെ 1, 2, 3 ബെഡ്റൂം അങ്ങനെയാണ്. അപ്പോൾ C15 3 ബെഡ്റൂം. ഇത് നമ്മൾ ഷൂറാക്കാണ്. പിന്നെ പോയിട്ട് ലിഫ്റ്റിൻ്റെ ഭാഗമാണിത്. മൂന്ന് ലിഫ്റ്റ് ഉണ്ട് നമുക്കപ്പം. ഇത് ഞാനൊരു ലിഫ്റ്റ് ഒന്ന് പ്രസ് ചെയ്തപ്പോൾ അത് മുകളിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ 15ാമത്തെ ഫ്ലോറാണ് കേട്ടോ. അപ്പം ലിഫ്റ്റ് 15ലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് തന്നെ ഓപ്പണായി. അപ്പം ലിഫ്റ്റിൻ്റെ ഉള്ളിലെ
കാഴ്ചകളൊക്കെയാണിത്. മൊത്തത്തിൽ 17 വരെയുണ്ട്. നമുക്ക് ടെറസിൻ്റെ മുകളിലേക്ക് പോകാനാണ് 17. ഇതൊക്കെ ഓരോ കമ്പനിക്കാരുടെ പരസ്യങ്ങൾ ഒട്ടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ലിഫ്റ്റിൽ നിന്ന് ഞാൻ പെട്ടെന്ന് തന്നെ ചാടി ഇറങ്ങി. ഇനി ആരെങ്കിലും പ്രസ് ചെയ്താൽ താഴോട്ടെങ്ങാനും പോയെങ്കിൽ ഞാൻ ക്യാമറയും ട്രൈപ്പോഡൊക്കെ പിടിച്ച് പോകേണ്ട, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചാടി ഇറങ്ങി. ഇത് ഫയർ സ്റ്റേഷൻ. തീയൊക്കെ പിടിച്ചാൽ ഇവിടെ എന്തൊക്കെയോ ചെയ്യാനുള്ള, ഞാൻ സത്യത്തിൽ ഇതുവരെ പഠിച്ചിട്ടില്ല ഇതൊന്നും. ഇത് നമ്മുടെ സ്വിമ്മിംഗ് പൂളാണ്. ഇത് 11ാമത്തെ ഫ്ലോറിൻ്റെ മുകളിലാണ് സ്വിമ്മിംഗ് പൂളുള്ളത്. ഇതൊരു റോഡാണ്, ബസ് റൂട്ടാണ്. ഇത് മറ്റൊരു സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. ഇത് നമുക്ക് സ്റ്റെയറൊക്കെ കയറി ഇറങ്ങണേൽ ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ എക്സർസൈസിന് വേണ്ടി ഫുള്ള് 17 നിലയൊരു സ്റ്റെയറൊക്കെ കയറി ഇറങ്ങാറുണ്ട്. അതൊരു മൂടൊക്കെയുള്ള സമയം നോക്കിയാണ് ചെയ്യൽ, എപ്പോഴും ചെയ്യലില്ല. പക്ഷെ എന്നും ചെയ്യുവാണെങ്കിൽ അത് നല്ലതായിരുന്നു, നല്ലൊരു എക്സർസൈസ് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ റൂമിൽ നമുക്ക് പുറത്തേക്ക് നോക്കുമ്പോഴുള്ളൊരു വ്യൂ ആണിത്. ഇത് നമ്മുടെ വർക്ക് ഏരിയ ആണ്. ഒരു കുഞ്ഞ് വർക്ക് ഏരിയ, പിന്നെ ഒരു സ്റ്റോർ റൂമും കണ്ടിട്ട് ഞാനൊരു കുഞ്ഞ് അമ്മിക്കല്ലൊക്കെ വെച്ചിട്ടുണ്ട്. എമർജൻസിയിൽ എന്തെങ്കിലും ഒന്ന് ഇടിക്കണേൽ ഏലക്കൊക്കെ പൊടിക്കാൻ അമ്മിക്കല്ലല്ലേ നല്ലത്. പിന്നെ ഇത് ജ്യൂസ് അടിക്കുന്ന മെഷീൻ, വാഷിംഗ് മെഷീനൊക്കെ കണ്ട് വളരെ ചുരുങ്ങിയ സ്ഥലത്താണ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനകത്ത് കുറച്ച് തുണി ഇട്ടിട്ട് വാഷ് ചെയ്യുന്നുണ്ട് ഇപ്പം. ഓട്ടോമാറ്റിക് ഫുള്ള് വാഷായി കഴിയുമ്പോൾ നമുക്ക് എടുത്താൽ മതി. ഇനി അടുത്ത ഒരു സ്റ്റോർ റൂമാണ്. ഒരു ഒരാൾക്ക് നിൽക്കാനുള്ള സ്പേസുള്ള സ്റ്റോർ റൂമില്ല. അതിനകത്തൊരു വലിയ അലമാരി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അലമാരിയിലാണ് ഒരുപാട് സാധനങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അലക്കുലത്തെ സാധനങ്ങളെല്ലാം ഇതിൻ്റെ പുറത്തേക്കാണ് വെച്ചിരിക്കുന്നത്. എപ്പോഴും എടുക്കേണ്ടതൊക്കെ താഴെ വെക്കും, എടുക്കേണ്ടതൊക്കെ മുകളിലേക്ക് വെക്കും. ഇതിപ്പോൾ നമ്മൾക്ക് ആവശ്യം വേണ്ട നിത്യോപയോഗത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ കളക്ട് ചെയ്യുന്നത് ഈ ഒരു കബോർഡിൻ്റെ ഉള്ളിലാണ്. ഇത് ശർക്കരയാണ്, മറിയൂർ ശർക്കരയാണ്. പിന്നെ ഇത് നൂഡിൽസ്, ബാക്കി മസാലക്കൂട്ടും എണ്ണയും ഒക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇതെൻ്റെ കേക്ക് ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ സാമഗ്രികളാണ്. ഇതൊക്കെ ഒതുക്കി വെച്ചിരിക്കുന്ന ആവശ്യമുള്ള സമയത്ത് ഞാൻ ഇവിടുന്ന് എടുക്കും. അത് കഴിഞ്ഞ ആവശ്യം കഴിയുമ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് ഉണക്കി ഇങ്ങോട്ട് തന്നെ വെച്ചേക്കും കേട്ടോ. എപ്പോഴൊന്നും നമുക്കൊന്നും ആവശ്യം വരുന്നില്ല. അങ്ങനെയൊന്നും വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഉണ്ടാക്കലേ ഉള്ളൂ, അല്ലാതെ ഡെയിലി ഉണ്ടാക്കലൊന്നുമില്ല. ഇത് കർക്കിടക കഞ്ഞിക്കൂട്ടാണ്. അപ്പം ഇനി 3 പാക്കറ്റും കൂടി ഉണ്ട്. കർക്കിടകം തീരുന്നതിന് മുമ്പ് ഇത് ലേഹ്യമാണ്, കർക്കിടക ലേഹ്യം. ഇതിവിടെ കുറച്ച് വലുതാണ്. ഇവിടെ ഗോതമ്പ് പൊടി, അരി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയാണ് ഏറ്റവും താഴെത്തട്ടിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതിലേക്കും എല്ലാവർക്കും ബൈ ബൈ.